അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ സുൽത്താൻ ബത്തേരി എത്തിയപ്പം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, എനിക്ക് ഒരേ ഒരു കുരുപ്പ് കൂട്ടുകാരിയുണ്ട്. അപ്പൊ ആ കുരുപ്പിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങോട്ട് പോകുന്ന പോക്കാണ്. അറിയില്ല, ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് സുൽത്താൻ ബത്തേരി എത്തിയപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്ത്, എന്നുവെച്ചാൽ അവൾക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ അതിന് ഇപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് കമന്റ് ഗുണ്ടിൽപേട്ടാണോ എന്ന് ചോദിച്ചിട്ട് മറുപടി മൂപ്പത്തിക്ക് മനസ്സിലായില്ല അത് സുൽത്താൻ ബത്തേരിയാണ്. ഇനി ഗുണ്ടിൽപേട്ടക്ക് പോവുകയാണോ എന്നാണോ ഉദ്ദേശിച്ചതെന്നുള്ളോ അറിയില്ല കേട്ടോ. എന്ത് തന്നെ ആയാലും സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. ഇനിയിപ്പൊ അവിടെ എത്തുമ്പോൾക്ക് ബഹളായിരിക്കും. പറഞ്ഞിങ്ങാണ്ട് വന്നത്, ഞാൻ എന്ത് കോലാണ്, എന്തിനാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ബഹളായിരിക്കും. ഇനിയിപ്പൊ അവിടെ ഉണ്ടോന്നുള്ളത് അതും അറിയില്ല, വിളിച്ചിട്ടും ഇല്ല. സർപ്രൈസ് ആയിട്ട് വേണ്ട, സർപ്രൈസ് ആയിട്ട് പോവുകയാണല്ലോ. ഏട്ടനെ വിളിച്ചാൽ ഏട്ടൻ വിളിച്ചു പറയും. അപ്പൊ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കും. അത് വേണ്ട, എന്റെ എന്താ പറയാ ചൈൽഡ്ഹുഡ് എന്നല്ലേ അറിയാ. അപ്പൊ ഫ്രണ്ടാണ് എനിക്ക്. ആകെ ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പം ഒരു കോണ്ടാക്ട് ഉള്ളത് അവളുമായിട്ടാണ്. വേറെ ഉള്ളവരോടൊക്കെ വാട്സപ്പിന്റെ അകത്തൊരു ഹായ് ബൈ ബന്ധം മാത്രമേ ഉള്ളൂ. നേരിട്ട് ഇപ്പൊ പോയി കാണലും കോണ്ടാക്റ്റും ഒക്കെ ഇവളുമായിട്ടാണ് ഇപ്പം നല്ലോണം ഉള്ളത്. വേറെ ആരുടെ അങ്ങനെ എനിക്ക് സൗഹൃദങ്ങൾ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ എല്ലാവരും വരുന്നോലും പോകുന്നോലും ഒക്കെ നമുക്ക് സൗഹൃദങ്ങൾ കുറവാണെങ്കിലും ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും പറഞ്ഞത് സത്യമാണ്. അപ്പം സൗഹൃദങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ കാണുന്നതിലൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ ഒരു ഹൈ ബൈ ബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡീപ്പായിട്ട് ബന്ധങ്ങളൊന്നും പുലർത്തുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ഇവളുമായിട്ട് നല്ല ബന്ധത്തിലാണ്. എന്റെ ഹൗസിന്റെ ഡീറ്റെയിൽ പുറത്തറിയാവുന്ന ഒരൊറ്റ മനുഷ്യൻ ഇവളായിരുന്നു കേട്ടോ. ഹൗസ് വാമിങ്ങിന് ആണെങ്കിലും ഇവളെ വന്നിട്ടുള്ളൂ. വേറെ വിളിച്ചിട്ടുണ്ട്, വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഹൗസിന്റെ പണി ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇവക്ക് നല്ലോണം അറിയായിരുന്നു കേട്ടോ. കാരണം ഇവളടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ശത്രുക്കള് കൂടുതലുള്ള ഞാൻ ഏതായാലും മുടിയൊക്കെ ഭയങ്കര ടയർഡായി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷായി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതും കൂടി വിചാരിച്ചിട്ടാണ് പോകുന്നത്. രാവിലെ ഇറങ്ങിയതല്ലേ. പിന്നെ ഗുണ്ടിൽപേട്ട് അവിടെ പൂവിൻ്റെ ഞാൻ ഹീൽസ് തോനെ യൂസ് ചെയ്യാറ്. എനിക്ക് മറ്റേ ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പൊന്നുമില്ല. അവിടുന്ന് കുഴിഞ്ഞ് പോകുന്നതുകൊണ്ട് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് അങ്ങനെ നടന്നായി. അപ്പം എനിക്ക് എന്തോ ഒരു അലമ്പ് പോലെ. അപ്പോൾ രാവിലെ വണ്ടി കയറി ഇരുന്നല്ലോ. അപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആവുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. ഇനി അവളെ കണ്ടാലുള്ള അവസ്ഥ എന്തുവാന്ന് നമുക്ക് കാണാം. അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹലോ 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 നമുക്ക് സർപ്രൈസ് ആയി ഗൈസ്. ഹലോ ശശി, ശരിക്കും ശശി.
വീട്ടിലുണ്ടായിരിക്കും. വീട്ടിലുണ്ടായിരിക്കും. ഞങ്ങൾ ഗുണ്ടിൽപേട്ട പോയി എന്താ ചെയ്യാ? തുറന്നു അവിടെ ഇരിക്കാൻ. തുറക്കാൻ എവിടെ ചാവി? വീഡിയോ കോൾ ചെയ്യാം. ഓ അത് കുഴപ്പമില്ല. ഞാൻ അതിന്റെ കൊടുക്കാം. ഏതായാലും നമുക്ക് സർപ്രൈസ് ആയി ആളിവിടല്ല, ഇവിടെ കയറിയിരിക്കുക. ആള് വരുമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നിട്ട് അവനുറങ്ങാണ്, അവരുറങ്ങാണ്, ഞാൻ മാത്രം. മോളെടുക്കാണ്ട് ഒരു പൂച്ച കിടന്നുറങ്ങുന്നത്. മോനും മോളും നല്ല ഉറക്കാണ്, അരുണ് നല്ല ഉറക്കാണ്. അവളെത്തിയില്ല. ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായി. കുളിച്ച് തല നനച്ചിട്ടില്ല കേട്ടോ. മുഴുമുഴുക ഞങ്ങള് കഴിച്ചു. ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കാൻ ചായ എന്റെ JCB ഉണ്ടോ? JCB അത് രാവിലെ പുലർച്ചെ എണീറ്റിക്കല്ലോ. ഇനി പോതിപ്പിക്കല്ലോ പോവുക ഞങ്ങള്. ഇനി കമ്പിളി ഒന്നും എടുക്കണ്ട. ഓരോരുത്തർ പൊങ്ങിയോ. എന്നെ കാത്തുന്ന് സഞ്ജു തിരിയല്ലേ. സർപ്രൈസ് കൊടുക്കാൻ വന്നതാ. ആർക്ക് സർപ്രൈസ് ആയി? താക്കോല് വെക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇനി ഞങ്ങൾ തന്നെ ആയിക്കോളും. ഇവലൊക്കെ ഉറക്ക ക്ഷീണം ഇവിടെ അങ്ങ് തീർന്നു. അവന് നാളെ പോകാനുണ്ട്. എടാ പഴനി കൊടൈക്കനാൽ. കൊടൈക്കനാലിലേക്ക് വിശേഷങ്ങളുമായിട്ട് അരുണേട്ടൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് സർപ്രൈസ് കിട്ടി. ഞങ്ങൾ ഇവിടെ ഒന്ന് കിടന്നുറങ്ങി. ഇത് വണ്ടിയിലടി ചോറ് കഴിക്കുക. സാമ്പാറുണ്ട്, മത്തിക്കറി ഉണ്ട്, പയറുപ്പേരുണ്ട്, പപ്പടുണ്ട്, കുഞ്ഞമ്മത്തി അച്ചാറില്ലോ. അല്ലിന്റെ ഫോണൊന്നും ഇട്ട് കുത്തിട്ട് ഫോണുണ്ടാകാം, ചാർജർ ഉണ്ടാകാം. അപ്പം ചോറ് കഴിക്കാം. പായസം ഉണ്ട് കേട്ടോ. ഇപ്പൊ വരും പായസം. നല്ല ചെറുപയർ പായസം. നല്ല ചൂടുള്ള അണ്ണാക്കിൽ ഒഴിച്ചാൽ പൊള്ളിപ്പോവും.
അപ്പം ഞാനിത് കുറിച്ച് തീർക്കട്ടെ കേട്ടോ. അങ്ങനെ അതെ സർപ്രൈസുകാരിനെ കിട്ടി. ഞങ്ങൾക്ക് സർപ്രൈസ് ആയിപ്പോയി, ഓർമ്മയില്ലാണ്ട്. പക്ഷെ താക്കോൽ എവിടെയാണെന്ന് ഇപ്പൊ താക്കോൽ എവിടെയല്ലേ വീട്ടിൽ മറ്റേ ഒരു ഇതുണ്ടല്ലോ ഇവന്റെ സിനിമ എന്താ കാക്കക്കുയില്, ഇപ്പൊ താക്കോൽ എവിടെയല്ലേ. അങ്ങനെ താക്കോല് എടുത്ത് വീട്ടിൽ കയറി ഫ്രഷായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആശാത്തി വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇതേ തിരിച്ചു പോവുകയാണ്. ഇവിടെ നിൽക്കാനുള്ള ജകള. പക്ഷെ അരുണിന് നാളെ ഇത് പോകാനുണ്ട്, പഴനി കൊടൈക്കനാല് ഓർഡർ പോകാനുണ്ട്. അതുകൊണ്ട് നിൽക്കുന്നില്ല. മോൾ ഡ്രൈവർ അതിൽ കിട്ടിയില്ല. ഇത് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ. കണ്ണു കുത്തണോ? അപ്പൊ അങ്ങനെയാണ്. ഇതാണ് എൻ്റെ കൂട്ടുകാരി. ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും കാണിച്ചു തരാന്ന് പറഞ്ഞു, കാണിച്ചു തന്നു. പേര് ബസന്തി. ബസന്തി കുളത്ത് ചാടെല്ലാം കിണറ്റിലെ ചാടാറുള്ളൂ. അപ്പൊ ബസന്തി എന്നാണ് പേര്. എൻ്റെ കൂട്ടുകാരിയാണ്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത വിസിറ്റിന് ശേഷം തിരിച്ചു പോവാണ്. ഓക്കെ, ഞങ്ങൾ അവിടെ നിൽക്കണം എന്നുള്ള ജകള. പക്ഷെ അരുണിന് നാളെ ഓർഡർ പോകാനുള്ളത് കൊണ്ട് അവിടെ നിന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ വിശപ്പുണ്ടായിട്ട് കഴിച്ചല്ല കേട്ടോ, പക്ഷെ അവള് തരുന്ന സമയത്ത് കഴിക്കണല്ലോ. നാടൻ ഫുഡാണ്. ചോറ്, സാമ്പാർ, മത്തിക്കറി, ചെറുപയർ അല്ല പയറുപ്പേരി ഒക്കെയാ. അങ്ങനെ നാടൻ ഫുഡ് കിട്ടി നമ്മള് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. പെട്രോൾ മമ്മൻ അടിക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ല ഗുണ്ടിൽപേട്ട വരാന്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ ഇവരുടെ കൂടെ ഇല്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ ഒന്നും അറിയില്ല, ഞാൻ ഉറങ്ങിയതാണ്. അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ ആളല്ല. അപ്പൊ അങ്ങനെയാണ്. അങ്ങോട്ട് വരുമ്പോ അങ്ങ് അടിച്ചേക്ക് ആരുടെ ഇതിന്ന പേയ്മെന്റ് ചെയ്തത്? എന്റെ ഫോണിൽ മെസ്സേജ് എനിക്ക് കണ്ടാ മനസ്സിലായി. എന്റെ ഫോൺ എടുത്തിട്ട് പിന്നെ പെട്രോൾ അടിച്ചിട്ട് ആരോ അടിച്ചതാണ്. വിശ്വസിക്കണല്ലേ നമ്മള്. ഷടാ ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ മറന്നുപോയി. അപ്പൊ കുഴപ്പമില്ല, മതി, ഇങ്ങനെ മതിയില്ലേ. അപ്പൊ അങ്ങനെയാണ്. നേരെ വീട്ടിലോട്ട് പോട്ടെ. ഞാനല്ല കേട്ടോ വണ്ടി ഓടിക്കുന്നത്. എനിക്കാണെങ്കിൽ 2 ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് എത്ര ഉണ്ട്? ഞങ്ങൾക്ക് 2 അല്ലേ. ഞങ്ങൾക്കൊക്കെ ഈ 2 ലൈസൻസ് വീതമുണ്ട്. അതുകൊണ്ട് ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, പറയാണ്. 3 ഉണ്ട്. ഒന്നിപ്പോ ഈ അടുത്ത് കിട്ടും. എന്റെ വാപ്പ ദുബായി നയിക്കൂന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അല്ലടാ പറഞ്ഞത്. ബൈക്കിൻ്റെതും 4 വീലറിന്റെ ഹെവിന്റെ ഒക്കെ ആയിട്ട് ഒരൊറ്റ ലൈസൻസ് അല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ 2 ലൈസൻസ് ഉണ്ട് പറഞ്ഞ ഉമ്മ കളിയാക്കിയതാണ്. മനസ്സിലായോ? അവൻ ചോദിച്ചത് എന്താ വെച്ചാല് ഹെവിന്റെ അകത്ത് നമ്മൾ കൊടുക്കും 2 വീലർ ലൈസൻസ് എന്ന് കൊടുക്കും, 4 വീലർ എന്ന് കൊടുക്കും, ഹെവി വെഹിക്കിൾ എന്ന് കൊടുക്കും. ഇത് 3ഉം ഏത് ഇയറിലാണ് എടുത്തതെന്നുള്ളതും കൊടുക്കും കേട്ടോ. പിന്നെ ഓട്ടോൻ്റെത് സ്പെഷ്യലായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 4 വീലറിലുള്ള ആൾക്കാർക്ക് 3 വീലറും ഓടിക്കാം. അതുകൊണ്ട് 3 വീലറിന്റെ മാത്രം നമ്മുടെ ലൈസൻസിന്റെ അകത്ത് കാണിക്കൂല. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത് 3 എണ്ണം ഇല്ലേ എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഓക്കെ, ബൈ.